മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം. CMRൽ നിന്ന് 1.72 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. 3 അംഗ സമിതിക്ക് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ 4 മാസം സമയം അനുവദിച്ചു. മാർക്കറ്റിംഗ് കൺസൾട്ടൻസിക്ക് പ്രതിമാസം വീണ വിജയന് 5 ലക്ഷം രൂപ വീതവും എക്സാലോജിക് കൺസൾട്ടൻസിക്ക് 3 ലക്ഷം രൂപ വീതവും നൽകുന്ന കരാറിൽ 2017 CMRL ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 2017-20 കാലഘട്ടത്തിൽ 1.72 കോടി രൂപയാണ് എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് കൈപ്പറ്റിയത്. എന്നാൽ വീണ വിജയനോ എക്സാലോജിക്കോ യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് ഈ കാലയളവിൽ ബാങ്ക് അക്കൗണ്ട് വഴി തുക കൈപ്പറ്റിയത് എന്ന് CMRL ഡയറക്ടർ ശശിധരൻ കർത്ത ആദായനികുതി തർക്കപരിഹാര ബോർഡിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. KSIDCയും അന്വേഷണ പരിധിയിൽ വരും. കർണാടക ഡെപ്യൂട്ടി ROC വരുൺ VS, പുതുച്ചേരി ഡെപ്യൂട്ടി ROC A ഗോകുൽനാഥ്, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ M ശങ്കർ നാരായണൻ എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് എക്സാലോജിക്കിന് CMRL പണം നൽകിയെന്ന ആരോപണം അന്വേഷിക്കുക. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ 4 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. മീഡിയ 1, ഡൽഹി.